BJPയുടെ വക്താവായിരുന്ന ആരതി അരുൺ സാത്തെ ഹൈക്കോടതിയിലെ ജഡ്ജിയാകാൻ പോകുന്നു. അപ്പോൾ മഹാരാഷ്ട്രയിൽ കൊളീജിയം ശുപാർശ ചെയ്തു. അതേ തുടർന്ന് വിവാദം തുടങ്ങി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ എറണാകുളം MP ഹൈബീഡൻ ലോക്സഭയിൽ ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതായത് ജുഡീഷ്യറിയിൽ രാഷ്ട്രീയക്കാരെ നിയമിക്കുന്നു, ശരിയല്ല. കേൾക്കുമ്പോൾ അങ്ങനെ തോന്നും. പക്ഷെ നമ്മുടെ ജഡ്ജിമാരുടെ നിയമനം സംബന്ധിച്ചുള്ള നിയമാവലിയുണ്ട്, എന്തൊക്കെ വേണം. അതിനകത്ത് പറയുന്ന ഒരാൾക്ക് ഹൈക്കോടതി ജഡ്ജാവാനായിട്ട് മിനിമം 10 വർഷത്തെ ജുഡീഷ്യൽ പ്രാക്ടീസ് അല്ലെങ്കിൽ മിനിമം 10 വർഷത്തെ അഭിഭാഷക പ്രാക്ടീസ് ഉണ്ടാവണം. 62 വയസ്സ് വരെ തുടരാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആരതി അരുൺ സാത്തെ BJPക്കാരിയാണ്, BJPയുടെ മഹാരാഷ്ട്രയിലെ വക്താവായിരുന്നു. പക്ഷേ അവർ മഹാരാഷ്ട്രയിലെ അറിയപ്പെടുന്ന അഭിഭാഷകയാണ്. 10 വർഷത്തെ സർവീസ് മിനിമം വേണമെന്നുള്ള യോഗ്യതയുമുണ്ട്. അവരെ നിയമിക്കാൻ കേന്ദ്ര സർക്കാരല്ല തീരുമാനിച്ചത്, മഹാരാഷ്ട്ര സർക്കാരല്ല തീരുമാനിച്ചത്. സുപ്രീം കോടതിയുടെ ഏറ്റവും സീനിയർ ജഡ്ജിമാരടങ്ങുന്ന കൊളീജിയം, അല്ലേ, കൊളീജിയം തീരുമാനിച്ചിരിക്കുന്നു ആരതി അരുൺ സാധയെ ഹൈക്കോടതി ജഡ്ജിയാക്കാൻ. കഴിഞ്ഞ ജൂലൈ 28 തീരുമാനിച്ചത് ശുപാർശ. കൊളീജിയം ശുപാർശ കേന്ദ്ര സർക്കാരിന് കൊടുക്കും. കേന്ദ്ര സർക്കാർ അത് രാഷ്ട്രപതിക്ക് കൊടുത്ത് രാഷ്ട്രപതി ഒപ്പിടുമ്പോഴാണ് അപ്പോയിൻമെൻ്റ് ആവുന്നത്. അപ്പോൾ സാധാരണ കൊളീജിയം കൊടുക്കുന്ന നിർദ്ദേശം അതേപടി കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് രാഷ്ട്രപതിയുടെ ഉത്തരവോടെ വരും. ഇവിടെ ആരതി അരുൺ സാത്തെ എന്ന് പറയുന്ന ആൾ വക്കീലല്ല എന്ന് തർക്കമില്ല, നിയമിച്ചത് കൊളീജിയമാണെന്നതിലും തർക്കമില്ല. ആകെയുള്ള പ്രശ്നം BJP ആണ് എന്നത് മാത്രമാണ്. ശരി, BJPക്കാരെ ജഡ്ജിയാക്കാൻ പാടില്ല എന്ന് ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ടോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇതിനു മുമ്പ് രാഷ്ട്രീയക്കാർ ആരും ജഡ്ജിമാരായി വന്നിട്ടില്ലേ? ഇപ്പോൾ ഹൈബീഡൻ കേരളത്തിലെ ആളാണല്ലോ, കൊച്ചിയിലെ MP ആണ്. കേരളത്തിലെ ആദ്യത്തെ സർക്കാർ EMSൻ്റെ സർക്കാർ അല്ലേ? അതെ. EMSൻ്റെ സർക്കാരിൽ നിയമം, തൊഴിൽ, ജയിലൊക്കെ വകുപ്പിൻ്റെ മന്ത്രി ആരായിരുന്നു? ജസ്റ്റിസ് VR കൃഷ്ണയായിരുന്നു. CPMകാരനായിരുന്നു അല്ലേ? അതെ. ഇടതുപക്ഷക്കാരനായിരുന്നു. അദ്ദേഹം ജഡ്ജിയായില്ലേ? ജഡ്ജിയായി. ഹൈക്കോടതി ജഡ്ജിയായി, സുപ്രീം കോടതി ജഡ്ജിയായി. സുപ്രീം കോടതിയിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് ജഡ്ജായി. ഇപ്പോഴും സുപ്രീം കോടതി ജയിൽ ബെയിൽ ഈസ് എ റൈറ്റ് എന്നൊക്കെ ഈ കൃഷ്ണയ്യർ സ്വാമിയുടെ കോട്ട് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇടതുപക്ഷക്കാരനായിരുന്ന VR കൃഷ്ണയ്യർക്ക് സുപ്രീം കോടതിയിൽ ഇപ്പോഴും ആദരിക്കപ്പെടുന്ന ജഡ്ജിയാവാം, ഒരു തടസ്സവുമില്ല. ഇത് തീർന്നില്ല. ഇതിനു മുമ്പ് വേറെയും ആളുകൾ ഇതുപോലെ ജഡ്ജിമാരായിട്ടുണ്ട്. ആരൊക്കെയാണ്? ജസ്റ്റിസ് അഫ്താബ് ആലം ജഡ്ജിയായിരുന്നു, CPAക്കാരനായിരുന്നു. അദ്ദേഹം പിന്നെ കോൺഗ്രസിൻ്റെ രാജ്യസഭാ അംഗമായിരുന്നു. രാജ്യസഭയിലേക്ക് കോൺഗ്രസ് പാർട്ടി നോമിനേറ്റ് ചെയ്ത ജസ്റ്റിസ് അഫ്താബ് ആലം ജഡ്ജിയായിട്ടുണ്ട്. ഇത് തീർന്നില്ല. ആസാമിൽ നിന്നുള്ള ഹൈക്കോടതി ജഡ്ജിയും സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു ജസ്റ്റിസ് ബഹാറുൽ ഇസ്ലാം, കോൺഗ്രസ്സുകാരനായിരുന്നു. അതായത് അദ്ദേഹം 1980 മുതൽ 83 വരെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ജഡ്ജിയായിരുന്നു. അതിനു മുമ്പ് 62 മുതൽ 72 വരെ കോൺഗ്രസിൻ്റെ MP ആയിരുന്നു. അപ്പോൾ കോൺഗ്രസ്സുകാർക്കാവാം, കമ്മ്യൂണിസ്റ്റുകാർക്കാവാം, BJP രാഷ്ട്രീയമുള്ളവർക്ക് പാടില്ല. അതെന്ത് ന്യായമാണ്? ഇനി നമ്മുടെ സുപ്രീം കോടതിയിൽ നിന്ന് അടുത്ത കാലത്ത് വിരമിച്ച കേരളത്തിലെ 2 പേരുണ്ട്. ഒന്ന് ജസ്റ്റിസ് കുര്യൻ ജോസഫ്. ഇപ്പോൾ തമിഴ്നാട് സർക്കാരിന് വേണ്ടി 1 രൂപ പോലും പ്രതിഫലം പറ്റാതെ ഒരു കമ്മീഷൻ, ഈ ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും അധികാരങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സ്റ്റാലിൻ പറഞ്ഞിട്ടൊരു കമ്മീഷനായിട്ട് പ്രവർത്തിക്കുന്ന അങ്കമാലിക്കാരൻ ജസ്റ്റിസ് കുര്യൻ ജോസഫ്. കേരള ഹൈക്കോടതിയിൽ ഇരിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തിന് നല്ല പരിചയമുണ്ട്. വളരെ ജെന്റിൽമാൻ ആയിട്ടുള്ള മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം ജഡ്ജി ആവുന്നതിന് മുമ്പ് ആരാണെന്നറിയോ? കേരള ഹൈക്കോടതിയിൽ കേരള സർക്കാരിൻ്റെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായിരുന്നു. അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് ജനറലിന് തൊട്ട് താഴെയുള്ള പദവിയാണ്. സാധാരണ ഭരണമുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിക്ക്, വലിയ കക്ഷിക്കാണ് അത് കിട്ടുന്നത്. അത് കേരള കോൺഗ്രസ്സിന് കൊടുത്ത സീറ്റായിരുന്നു ഒരു അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ. 2 അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽമാരുണ്ടാവും. ഒന്ന് ലീഗിന് കൊടുക്കും, ഒന്ന് കേരള കോൺഗ്രസ്സിന് കൊടുക്കും. അഡ്വക്കേറ്റ് ജനറൽ പോസ്റ്റ് UDFൻ്റെ കാലത്ത് കോൺഗ്രസ് ഏറ്റെടുക്കും. CPMൻ്റെ കാലത്ത് അഡ്വക്കേറ്റ് ജനറൽ CPM ആയിരിക്കും, അഡീഷണൽ AG CPA ആയിരിക്കും. ഇങ്ങനെയാണ് കാലങ്ങളായി കേരളത്തിൽ നടക്കുന്നത്. CPAക്ക് കൊടുക്കുന്ന സീറ്റാണ് അഡീഷണൽ AG ഇടുന്നത്. ലീഗിൻ്റെ UDFൻ്റെ കാലത്ത് ലീഗിനും മാണിക്ക് കൊടുക്കും, മാണി കോൺഗ്രസിനും കൊടുക്കും. അങ്ങനെ മാണി കോൺഗ്രസിന് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ സ്ഥാനം രാഷ്ട്രീയമായി അലോട്ട് ചെയ്തപ്പോൾ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായ ആളാണ് ജസ്റ്റിസ് കുര്യൻ ജോസഫ്. രാഷ്ട്രീയം എന്തായിരിക്കും? BJP രാഷ്ട്രീയമായിരിക്കുമോ?
UDF ഭരിക്കുമ്പോൾ കേരള കോൺഗ്രസിന് കൊടുക്കുന്ന അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ സ്ഥാനത്തേക്ക് വരുന്ന ആളുടെ രാഷ്ട്രീയം എന്തായിരിക്കും? UDF രാഷ്ട്രീയമായിരിക്കും. കുറച്ചുകൂടെ പച്ചയ്ക്ക് പറഞ്ഞാൽ കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയമായിരിക്കും. കുറച്ചുകൂടെ പച്ചയ്ക്ക് പറഞ്ഞാൽ റബ്ബറിന്റെ രാഷ്ട്രീയമായിരിക്കും. കുറച്ചുകൂടെ തുറന്നു പറഞ്ഞാൽ പള്ളിയുടെ രാഷ്ട്രീയമായിരിക്കും. ക്രൈസ്തവ രാഷ്ട്രീയം. അനലൈസ് ചെയ്ത് ഇങ്ങനെ ഉള്ളി തൊലിക്കുന്ന പോലെ അഴിച്ചഴിച്ച് പോണം. സിറിയക് ജോസഫ് സുപ്രീം കോടതി ജഡ്ജിയായിരുന്നില്ലേ? അദ്ദേഹവും ഇങ്ങനെ കേരളത്തിൽ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്നു. UDF ഭരിക്കുമ്പോൾ കേരള കോൺഗ്രസിന് കൊടുത്ത സീറ്റിൽ, കേരള കോൺഗ്രസിന് കൊടുത്ത അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ പോസ്റ്റിൽ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ഇപ്പോൾ ലോകായുക്ത വരെയൊക്കെ ആയില്ലേ? ഇപ്പോഴും തുടരുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ ആ നിയമനം എന്താ? ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ ആരുടെ നോമിനിയാണെന്ന് എല്ലാവരും ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ച ആൾ പറയും കരുണാകരൻ്റെ നിയമനമായിരുന്നു. കരുണാകരൻ്റെ നോമിനിയായിരുന്നു ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ എന്ന് രാഷ്ട്രീയമായ ആക്ഷേപം പോലും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ഇല്ലേ? അപ്പോൾ ഇങ്ങനെ ജഡ്ജിമാരായിരിക്കുന്നവർ അവർക്ക് മുൻകാലത്ത് രാഷ്ട്രീയം ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം എന്താണ്? ഹൈബിയുടെ കോൺഗ്രസ് പാർട്ടി എത്ര പേരെ ഇതുപോലെ ആക്കിയിട്ടുണ്ട്? അതിനുത്തരം പറയണ്ടേ? അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സർവകലാശാലയിൽ CPM അധ്യാപകരാകാം, CPMകാർ VCമാരാവാം, അല്ലേ? സിൻഡിക്കേറ്റിലാവാം. പക്ഷേ സംഘപരിവാർ പറ്റത്തില്ല. അതെന്ത് സംഘപരിവാറിന് അയിത്തം വല്ലതും ഉണ്ടോ? വിദ്യാഭ്യാസ മേഖലയിൽ ഇടതുപക്ഷത്തിനാവാം, ലീഗിനാവാം, എല്ലാവർക്കും ആവാം. BJPക്കാർ പറ്റത്തില്ല. അതെന്ത് ന്യായം? ഈ രാജ്യത്തിലെ ജനാധിപത്യ പ്രക്രിയയിൽ സക്രിയമായി ഇടപെടുന്ന, രാജ്യത്തെ അംഗീകരിക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടി, രാജ്യം ഭരിക്കുന്ന പാർട്ടി, രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി, ആ പാർട്ടിയുടെ പ്രതിനിധികൾക്ക് സെനറ്റ് പാടില്ല, സിൻഡിക്കേറ്റ് പാടില്ല. അതും ആ പാർട്ടിയുമായി ഒരു കോലുകൊണ്ടെങ്കിലും ബന്ധമുള്ള ആളുകളെ VCമാരാക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്ത് ജനാധിപത്യ? ഇവർക്കെല്ലാം ആകാം. ഇവർ CPMകാർ സർവകലാശാല VCയും സിൻഡിക്കേറ്റുമായ സർവകലാശാലകളുടെ ചുവപ്പുവൽക്കരണമല്ല. അതേസമയം ഒരു VCയെ ഗവർണർ നിയമിച്ചാൽ കാവ്യവൽക്കരണമായി. ഈ യുക്തിയല്ലേ? അപ്പം കമ്മ്യൂണിസ്റ്റുകാർക്ക് ഹൈക്കോടതി, സുപ്രീം കോടതി ജഡ്ജിമാരാവാം. ജസ്റ്റിസ് സുബ്രഹ്മണ്യം പോറ്റി ഓർക്കുന്നില്ലേ? അല്ലേ? സുബ്രഹ്മണ്യം പോറ്റി ഏത് പാർട്ടിക്കാരനായിരുന്നു? CPM. അപ്പോൾ ഇവർക്കൊക്കെ ആകാം. BJPയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളെ എല്ലാ പൊതു ജനാധിപത്യ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ നിന്നും മാറ്റി നിർത്തണം എന്ന് പറഞ്ഞാൽ നടക്കില്ല സാർ. കാരണം രാജ്യത്തെ ഏറ്റവും വലിയ ഭരണഘടനാ പദവി ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. BJPക്കാരിയാ, RSSകാരിയാ. പ്രധാനമന്ത്രി BJPക്കാരനാ, RSSകാരനാ. ഇന്ത്യയിലെ 16ഓളം മുഖ്യമന്ത്രിമാർ BJPക്കാരാ, RSSകാരാ. ഇന്ത്യയിലെ എല്ലാ ഗവർണർമാരും BJPക്കാരാ, RSSകാരാ. പിന്നെ നിങ്ങൾക്ക് ഹൈക്കോടതി ജഡ്ജിമാരായിട്ട് മാത്രം അവരെ പറ്റില്ല എന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ടിക്കാരൊക്കെ ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. അവർ ഞങ്ങളുടെ കോൺഗ്രസ്സുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ വന്ന് അവർ നിഷ്പക്ഷമായും നീതിപൂർവകമായിട്ടും വിധി പറയും. BJPക്കാർ വന്നാൽ പറയത്തില്ല. അതിൻ്റെ യുക്തി എന്താ? അപ്പോൾ ഒരാൾ ഒരു പദവിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ രാഷ്ട്രീയ പാർട്ടി അവരുടെ വിധികളെ വിലയിരുത്തേണ്ടത് അവർ പറയുന്ന വിധികളെ അടിസ്ഥാനമാക്കിയിട്ടല്ലേ ഒരു ജഡ്ജിനെ വിലയിരുത്തേണ്ടത്. നമുക്ക് ജഡ്ജിമെൻറ്റുകളെ, വിധിന്യായങ്ങളെ വിമർശിക്കാൻ നമുക്ക് അധികാരമുണ്ട്. ഗോവിന്ദചാമിയെ വധശിക്ഷ കൊടുക്കാതെ വിട്ടത് തെറ്റാണെന്ന് നമ്മൾ പറയുന്നില്ലേ? നമ്മളെ പിടിച്ച് ജയിലിലെത്തില്ല. എന്നാൽ അങ്ങനെ വിധിച്ച ജഡ്ജി എന്തെങ്കിലും പ്രത്യേക താല്പര്യം കൊണ്ടാണെന്ന് പറഞ്ഞാലാണ് കണ്ടംപ്റ്റ് ആവുന്നത്, കോടതി ലക്ഷ്യമാവുന്നത്. ഒരു വിധിന്യായ ഫെയർ ക്രിറ്റിസിസം നമുക്കാവാം. ഇപ്പോൾ ആരതി സാധെ ഹൈക്കോടതി ജഡ്ജിയായി വന്നു കഴിഞ്ഞ് അവർ എല്ലാ വിധിന്യായത്തിൻ്റെയും അടിയിൽ നരേന്ദ്രമോദി സിന്ദാബാദ്, BJP സിന്ദാബാദ് എഴുതിയാൽ തെറ്റാന്ന് പറയാം. അതല്ലാതെ നാട്ടിലെ ഭരണഘടനയും ഈ ഹൈക്കോടതി, സുപ്രീം കോടതി എന്നൊക്കെ പറഞ്ഞ ഭരണഘടനാ കോടതികളാണ്. ഭരണഘടനയെ വ്യാഖ്യാനിക്കുകയാണ്. അവർ ഭരണഘടനയെ തെറ്റായി വ്യാഖ്യാനിച്ചാൽ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം, അപ്പീൽ കൊടുക്കാം, വിമർശിക്കാം, അതിനുള്ള അവകാശമുണ്ടല്ലോ. അതല്ലാതെ അവർ BJPയുടെ വക്താവായിരുന്നു എന്നതുകൊണ്ട്, BJP പ്രവർത്തിച്ചിരുന്നു എന്നതുകൊണ്ട് അവരെ അടുപ്പിക്കാൻ പാടില്ല. നമ്മുടെ കേരള ഹൈക്കോടതിയിൽ ഇത്തരം ആക്ഷേപങ്ങൾക്ക് വിധേയരായിട്ടുള്ള ജഡ്ജിമാരുണ്ടല്ലോ. BJP അനുഭാവികളാണ്, RSS അനുഭാവികളാണെന്ന് ഇപ്പോഴും പ്രതിപക്ഷമല്ല ഭരണപക്ഷം CPM പോലും ആക്ഷേപിക്കുന്ന ജഡ്ജിമാർ നമ്മുടെ ഹൈക്കോടതികളുണ്ടായിരുന്നു. പക്ഷേ അവരുടെയൊക്കെ വിധികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും BJP അല്ലെങ്കിൽ സംഘപരിവാർ ബന്ധമുണ്ടെന്ന് ഇവരൊക്കെ ആക്ഷേപിച്ചിട്ടുള്ള ഏതെങ്കിലും ജഡ്ജിമാർ ഏതെങ്കിലും BJPക്കാരുടെ കേസ് വരുമ്പോൾ ഇത് ഈ BJPക്കാരനാണോ, അയാൾ കുറ്റം ചെയ്യാനേ സാധ്യതയില്ല, അതുകൊണ്ട് വിട്ടേക്കെന്ന് പറഞ്ഞ് വിധി കൽപ്പിക്കാറുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇത് ജഡ്ജിമാരായി വരുന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രതിബദ്ധത ഭരണഘടനയോടെയാണ്. അപ്പോൾ അവരെ ഡിഫൈം ചെയ്യുന്നതിന് തുല്യമാണ്. കാരണം ഈ തീരുമാനം എടുത്തിരിക്കുന്നത് കൊളീജിയമാണ്.
കൊളീജിയം, സുപ്രീം കോടതിയുടെ കൊളീജിയം, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും ഏറ്റവും മുതിർന്ന ജഡ്ജിമാരും അടങ്ങുന്ന കൊളീജിയം ഒരാളുടെ പ്രൊഫഷണൽ ട്രാക്ക് റെക്കോർഡ് നോക്കിയിട്ടാണ് അവർക്ക് ജഡ്ജാവാനുള്ള യോഗ്യതയുണ്ടോ തീരുമാനിക്കുന്നത്. അല്ലാതെ ഒരു BJP ആയിരുന്നോ, BJPക്ക് വേണ്ടി പോസ്റ്റർ ഇട്ടിട്ടുണ്ടോ, BJPയുടെ ജാഥ നയിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടല്ല. അവരുടെ ക്രെഡൻഷ്യൽസ് നോക്കും. ക്രെഡൻഷ്യൽസ് അവരുടെ മറ്റ് ആക്ടിവിറ്റീസ്, അവർ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ നോക്കും. കാരണം ഏജ് വെരിഫിക്കേഷൻ എന്ന പരിപാടിയുണ്ട് ജഡ്ജിമാരെ നിയമിക്കുന്നതിന് മുമ്പ്, ഈ കൺഫേം ചെയ്യുന്നതിന് മുമ്പ്. അതിൻ്റെ ഭാഗമായി IB ഇവരെക്കുറിച്ച് അന്വേഷിക്കും. അവരുടെ സാമൂഹ്യ രാഷ്ട്രീയ ബന്ധങ്ങളെക്കുറിച്ച് അന്വേഷിക്കും, അവരുടെ സ്വഭാവത്തെക്കുറിച്ച് അന്വേഷിക്കും. ഇൻ്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ടൂടെ പോയിട്ടാണ് ഇത് സർക്കാർ അംഗീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ റിപ്പോർട്ടുകളും വന്ന് സുപ്രീം കോടതിയുടെ കൊളീജിയവും തീരുമാനിച്ച ഒരാളെ ജഡ്ജിയാണ് എന്ന് പറഞ്ഞ് രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ച് പാർലമെൻറ്റിൽ നോട്ടീസ് കൊടുക്കുന്ന ഹൈബി, ഈ ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിൽ നിന്നുള്ള ആളുകളുടെ പേരിനെ കുറിച്ച് പറയണം. അവർക്ക് രാഷ്ട്രീയമില്ലായിരുന്നു. ഇതൊക്കെ വെറുതെ പൊറാട്ട് നാടകങ്ങളാണ്, വെറുതെ ആളാകാൻ വേണ്ടി കളിക്കുന്ന ഒരു നാടകമാണ്. അത് മാത്രമല്ല, രാജ്യത്തെ പരമോന്നത നീതിപീഠം എടുത്തിട്ടുള്ള ഒരു തീരുമാനത്തിൽ അവിശ്വാസം കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജുഡീഷ്യറിയെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കം കൂടിയാണ്. കോൺഗ്രസും ഹൈബിയും എടുക്കുന്ന നിലപാട് ആത്മഹത്യാപരമാണെന്ന് പറയാതരമില്ല. അല്ലെങ്കിൽ പിന്നെ പച്ചയ്ക്ക് ചോദിക്കും, നിങ്ങളുടെ ആളുകൾക്കാണെങ്കിൽ ഞങ്ങളുടെ ആളുകൾക്കായാൽ എന്താ കുഴപ്പം, ഒന്നും മിണ്ടാൻ പറ്റത്തില്ല എന്ന് BJPക്കാർ ചോദിച്ചാൽ എന്ത് പറയും? കണക്ക് വെച്ച് പറയും അവർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.